ആത്മധൈര്യം അഥവാ സഹനശക്തി എന്ന പുണ്യത്തെ നാം ഇന്ന് വിചിന്തനമാക്കുമ്പോൾ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ അനുഗാമിയും ശിഷ്യപ്രമുഖനുമായ വിശുദ്ധ പത്രോസ് ഇതിന് ഉത്തമ ഉദാഹരണമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പിതാവിനെയും കൂട്ടുപങ്കുകാരെയും വള്ളത്തോടും വലയോടും കൂടി ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ വിളിക്ക് ഉടനടി പ്രത്യുത്തരമേകിയതു മുതൽ ശിഷ്യത്വം ജീവിക്കുന്ന വിശുദ്ധ പത്രോസ് ലീഹ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് തൻ്റെ തെറ്റാണെന്നും ഇനിയും താൻ ഭീരുവാകില്ലെന്നും ഹൃദയത്തിൽ ഉറപ്പിച്ച് മനസ്താപത്തോടെ പശ്ചാത്താപത്തോടെ ക്രിസ്തുവിനെ ചങ്കോളം ഏറ്റിയവൻ. അതെ, 3 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയുവാൻ തൻ്റെ ഇടം കാട്ടിയവൻ. പരിശുദ്ധാത്മാഭിഷേകത്താൽ ആദിമ ക്രൈസ്തവ സഭയെ നയിച്ചവൻ. അവസാനം നിരവധി മർദ്ദനങ്ങൾക്കും കാരാഗൃഹവാസങ്ങൾക്കും ശേഷം ജീവന് തന്നെ ഭീഷണിയുണ്ടായിട്ടും റോമായിലെ ആദിമ ക്രൈസ്തവ സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ മുന്നിട്ടിറങ്ങിയവൻ. നീറോ ചക്രവർത്തി വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ കുരിശിലേറ്റാൻ വന്ന രാജകിങ്കരന്മാരോട് യേശുക്രിസ്തുവിനെ പോലെ മരിക്കാൻ താൻ അയോഗ്യനായതിനാൽ തന്നെ തലക്കീഴായി ക്രൂശിക്കണമെന്ന് യാചിച്ചുകൊണ്ട് വീരോചിതമായി മരണത്തിന് കീഴടങ്ങിയവൻ. ആദിമ ക്രൈസ്തവർ വിശുദ്ധൻ്റെ ഭൗതികദേഹം പൂജ്യമായി സംസ്കരിച്ചെടുത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പിന്നീട് പണി കഴിപ്പിച്ച വലിയ ഒരു കത്തീഡ്രൽ ദേവാലയം നമുക്ക് മുന്നിൽ ഇന്നും ഉയർന്നു നിൽക്കുമ്പോൾ ഈ ദേവാലയം എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. സുഹൃത്തെ, ജീവിക്കുന്നുവെങ്കിൽ അത് ക്രൂശിതനോട് അനുരൂപപ്പെട്ട് ജീവിക്കണം. മരിക്കുന്നെങ്കിൽ അതും ക്രൂശിതനോട് അനുരൂപപ്പെട്ടു തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ക്രൂശിതനായ യേശോയെ, അനുദിന ജീവിത സാഹചര്യത്തിൽ ആത്മധൈര്യത്തോടെ മുന്നേറുവാൻ ബലഹീനരായ ഞങ്ങൾക്ക് കൃപ തരണമേ.